തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അതിവിദഗ്ധരായ നിരീക്ഷകരുടെയും നേതാക്കളുടെയും കണക്കുകൂട്ടലുകൾക്ക് പിടികൊടുക്കാതെ സമവാക്യങ്ങൾ മാറ്റിമറിക്കുന്ന പാരമ്പര്യമുള്ള ജില്ലയാണ് ആലപ്പുഴ. ഇടത് വലത് മുന്നണികളെ മാറിയും മറിഞ്ഞും അനുകൂലിച്ചിട്ടുള്ള ആലപ്പുഴയിൽ ഇക്കുറി ഇരു മുന്നണികൾക്കും പുറമെ BJP SNDP സാന്നിധ്യവും തെരഞ്ഞെടുപ്പ് രംഗത്തെ ഗൗരവമായി സ്വാധീനിക്കും. വെള്ളത്താൽ ചുറ്റപ്പെട്ട ഭൂപ്രകൃതിയുള്ള ആലപ്പുഴയുടെ കാലങ്ങളായുള്ള വിവിധ ആവശ്യങ്ങൾ ഇന്നും നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും ഒരു തദ്ദേശ സ്ഥാപന തിരഞ്ഞെടുപ്പിന് ആലപ്പുഴ സജ്ജമാകുന്നത്. അരൂർ മുതൽ കൃഷ്ണപുരം വരെയായി 1414 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ആലപ്പുഴ ജില്ല മുൻകാല തെരഞ്ഞെടുപ്പുകളിൽ LDFനും UDFനും ഒരുപോലെ പ്രതീക്ഷയും നിരാശയും നൽകുന്ന അനുഭവങ്ങളാണ് സമ്മാനിച്ചിട്ടുള്ളത്. കയർ, കർഷക, മത്സ്യബന്ധന മേഖലകൾ മൃഗീയ സാന്നിധ്യം അറിയിക്കുന്ന ആലപ്പുഴ 2005-ൽ LDFനും 2010-ൽ UDFനുമൊപ്പമാണ് നിന്നിരുന്നത്. ജില്ലയിലാകെ 16,29,576 വോട്ടർമാരുണ്ട്. ഇതിൽ 8,57,726 പേർ സ്ത്രീകളും 7,71,850 പേർ പുരുഷന്മാരുമാണ്. 72 ഗ്രാമപഞ്ചായത്തുകളും 12 ബ്ലോക്ക് പഞ്ചായത്തുകളും 6 നഗരസഭകളും ഇക്കുറി ആലപ്പുഴയിൽ തെരഞ്ഞെടുപ്പിനൊരുങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഗ്രാമപഞ്ചായത്തായിരുന്ന ഹരിപ്പാട് ഇത്തവണ നഗരസഭയുടെ പ്രൗഢിയിലാണ് തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിയിട്ടുള്ളത്. 72 ഗ്രാമപഞ്ചായത്തുകൾ 37 വനിതകൾക്കായി സംവരണം ചെയ്തിട്ടുള്ളവയാണ്. 4 എണ്ണത്തിൽ പട്ടികജാതി വനിതകൾ പ്രസിഡന്റുമാരാകും. ചുനക്കര, കൃഷ്ണപുരം, തൈക്കാട്ടുശ്ശേരി, ചേപ്പാട് എന്നിവയാണ് പട്ടികജാതി വനിതകൾ സാരഥ്യം വഹിക്കുന്ന പഞ്ചായത്തുകളായി തീരുക. 72 പഞ്ചായത്തുകളിൽ 36 വീതം ഇടത് വലത് കക്ഷികൾക്ക് ഇപ്പോൾ സ്വന്തമായുണ്ട്. 12 ബ്ലോക്ക് പഞ്ചായത്തുകളാണ് ആലപ്പുഴയിൽ നിലവിലുള്ളത്. ഇതിൽ 7 എണ്ണത്തിൽ UDFും 5 എണ്ണത്തിൽ LDFുമാണ് ഭരണസാരഥ്യം വഹിക്കുന്നത്. മുതുകുളം, ഭരണിക്കാവ്, മാവേലിക്കര, ഹരിപ്പാട്, ചെങ്ങന്നൂർ, വെളിയനാട്, ചമ്പക്കുളം, അമ്പലപ്പുഴ, ആര്യാട്, കഞ്ഞിക്കുഴി, പട്ടണക്കാട്, തൈക്കാട്ടുശ്ശേരി എന്നിവയാണ് ആലപ്പുഴയിലെ ബ്ലോക്ക് പഞ്ചായത്തുകൾ. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ ഭരണസാരഥ്യം ഇടതുപക്ഷത്തിന്റെ കരങ്ങളിലാണ്. ചേർത്തല, ആലപ്പുഴ, കായംകുളം, മാവേലിക്കര, ചെങ്ങന്നൂർ എന്നിവയാണ് ആലപ്പുഴ ജില്ലയിലെ നിലവിലുള്ള നഗരസഭകൾ. ഇതിൽ ചേർത്തല, കായംകുളം, ചെങ്ങന്നൂർ എന്നീ നഗരസഭകൾ UDFന്റെയും ആലപ്പുഴ, മാവേലിക്കര എന്നിവ LDFന്റെയും ഭരണ നിയന്ത്രണത്തിലാണ്. പുതുതായി രൂപീകരിക്കപ്പെട്ട നഗരസഭയായ ഹരിപ്പാട് ഗ്രാമപഞ്ചായത്തായിരിക്കെ LDFനൊപ്പമാണ് നിലകൊണ്ടിരുന്നത്. പഞ്ചായത്ത് ഭരണ നേട്ടങ്ങൾ ഉയർത്തി LDFും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ വികസന പ്രവർത്തനങ്ങൾ നിരത്തി UDFും ഹരിപ്പാട് നഗരസഭയുടെ കന്നിപ്പോരാട്ടത്തിൽ വിജയം നേടാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. 2005-ലെ തദ്ദേശ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ഇടതുപക്ഷത്തിനാണ് കൂടുതൽ പിന്തുണ നൽകിയത്. 23 ജില്ലാ പഞ്ചായത്തുകളിൽ 19 എണ്ണവും ഇടതുപക്ഷം സ്വന്തമാക്കിയതിനു പുറമെ 73 ഗ്രാമപഞ്ചായത്തുകൾ ഉണ്ടായിരുന്നതിൽ 57-ലും ഇടതുപക്ഷം ചെങ്കൊടി ഉയർത്തി. 12 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 11ഉം LDFന് കീഴിലാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ 2010-ലെ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ UDFന് ഭൂരിപക്ഷം നൽകി. കൂടാതെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും UDFന് തിളക്കമാർന്ന വിജയത്തിന് ആലപ്പുഴ അവസരം നൽകി. ഗ്രാമ-നഗര വ്യത്യാസമില്ലാതെ ഏറെക്കുറെ ഒരേ തലങ്ങളിലുള്ള ജനകീയ ആവശ്യങ്ങൾ അംഗീകരിക്കുന്ന ഒരു ജില്ല കൂടിയാണ് ആലപ്പുഴ. കായലുകളും ഇടത്തോടുകളും മറ്റ് ജലസ്രോതസ്സുകളും ഏറെ ഉണ്ടെങ്കിലും ശുദ്ധമായ കുടിവെള്ളത്തിനായി ആലപ്പുഴയുടെ നിരവധി പ്രദേശങ്ങൾ കാലങ്ങളായി കാത്തിരിക്കുന്നുണ്ട്. സഞ്ചാരയോഗ്യമായ റോഡുകളാണ് ഗ്രാമ-നഗരവാസികൾ ഏകസ്വരത്തിൽ ആവശ്യപ്പെടുന്ന മറ്റൊരു കാര്യം. പരമ്പരാഗത വ്യവസായങ്ങളുടെ പരാധീനതകളും മത്സ്യത്തൊഴിലാളികളുടെയും കർഷക തൊഴിലാളികളുടെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ഉപകരിക്കുന്ന നിരവധി കാര്യങ്ങളും ആലപ്പുഴയിലെ വോട്ടർമാർ ഇപ്പോഴും ഉന്നയിക്കുന്നുണ്ട്. പകർച്ചവ്യാധികൾ നടമാടിയ പാരമ്പര്യമുള്ള ആലപ്പുഴയുടെ ആരോഗ്യരംഗവും ഒട്ടേറെ ആശങ്കകൾ നിറഞ്ഞതായാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇത്തരത്തിലുള്ള ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ആർജവം കാട്ടാൻ കഴിയുന്ന ജനപ്രതിനിധികൾക്കാവും ആലപ്പുഴ ഇക്കുറി അംഗീകാരം നൽകുന്നത്. രാഷ്ട്രീയ മുന്നണികളിൽ ഉണ്ടായിരിക്കുന്ന കൊഴിഞ്ഞുപോക്കും മറ്റും ഇക്കുറി ആലപ്പുഴയുടെ ഇടത് വലത് കേന്ദ്രങ്ങളിൽ വോട്ട് നിർണയത്തിന്റെ മുഖ്യ ഘടകങ്ങളാകും. അതോടൊപ്പം BJPയുടെ സ്വാധീനവും SNDP ഉൾപ്പെടെയുള്ള സാമുദായിക സംഘടനകളുടെ സാന്നിധ്യവും ആലപ്പുഴയിലെ വോട്ടർമാർ പരിഗണനയിലെടുക്കും. മേധാവിത്വ പ്രദേശങ്ങളായ ചേർത്തല, അമ്പലപ്പുഴ, ചെങ്ങന്നൂർ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് SNDP ഇതിനോടകം കരുനീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള ഒരു പരീക്ഷണം കൂടി ആലപ്പുഴയുടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് SNDP നടത്തുന്നുണ്ട്. ബാഹ്യശക്തികൾ ഉയർത്തിക്കാട്ടുന്ന തലവേദനകൾ തളരാതെ UDFന്റെ ഭരണപരാജയം വിളിച്ചറിയിച്ചും തദ്ദേശ സ്ഥാപനങ്ങളിലെ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയും തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള പ്രവർത്തനങ്ങളാണ് ഇടതുപക്ഷം ആലപ്പുഴയിൽ നടത്തുന്നത്. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ആത്മവിശ്വാസവും സംസ്ഥാന സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളും അവതരിപ്പിച്ചുകൊണ്ടുള്ള പ്രചരണമാണ് UDFന്റെ ലക്ഷ്യം. കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ ഉയർത്തിക്കാട്ടി BJPയും രംഗത്തെത്തിയതോടെ ആലപ്പുഴയുടെ തെരഞ്ഞെടുപ്പ് രംഗം ഇതിനോടകം സജീവമായി കഴിഞ്ഞു.